ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ലോയുടെ 50 ഡേയ്സ് വർക്ക്ഷോപ്പ് സ്റ്റാർട്ടായ കാര്യം അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ ബിസിനസ് ലോസ് എന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാം വരുമ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് കേസ് ലോസ് ആൻഡ് കേസ് സ്റ്റഡീസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പേടിയൊക്കെ വരും, എന്നെക്കൊണ്ടത് ആൻസറിലോട്ട് എത്താൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യുന്ന രീതി ശരിയാണോ എന്നൊക്കെയുള്ള ചെറിയ ഡൗട്ട്സും കാര്യങ്ങളും പേടിയൊക്കെ നിങ്ങൾക്ക് വരാം, സ്വാഭാവികം. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് സ്റ്റെപ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യനെ നോക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ നോക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് ഈസി ആയിട്ടത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഡീകോഡ് ചെയ്യാനുള്ള വേസും അതെങ്ങനെ ഡീകോഡ് ചെയ്ത് എടുക്കാം, അതെങ്ങനെ ആൻസറിലേക്ക് എത്താം, ആ ആൻസർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നൊക്കെ ഞാനിപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട്, വളരെ ബേസിക് ആയിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെക്ഷൻ 4 പറയുന്നത് ജസ്റ്റ് പാർട്ണർഷിപ്പ് എന്താണ്, അതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യനിലൂടെ പോകാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന, എങ്ങനെയാണ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലാവും. ഒരു ചെറിയ ക്വസ്റ്റ്യനിലൂടെ പോകുമ്പം ഇനി വലിയ വലിയ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് ചെറിയ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ RTP 2024 ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോ. മിസ്റ്റർ റാം ആൻഡ് റഹീം. ഓക്കെ, നമുക്ക് നമ്മുടെ നായകന്മാരെ കിട്ടിയിട്ടുണ്ട്, റാമും റഹീമുമാണ്. വർക്കിംഗ് ആസ് ടീച്ചേഴ്സ് ഇൻ ഈശ്വർ ചന്ദ് വിദ്യാസാഗർ ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് ഓൾസോ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, അവർ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സാണ്, അവർ നല്ല ഫ്രണ്ട്സാണ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ശരി, അടുത്ത. ദ ജോയിൻലി പർച്ചേസ്ഡ് എ ഫ്ലാറ്റ് വിച്ച് വാസ് ഗിവൺ ഓൺ റെൻറ്റ് ടു മിസ്റ്റർ ജോൺ. ഓക്കെ, മിസ്റ്റർ ജോണിന് ഇവിടെ അടുത്ത ആൾ വന്നു. മിസ്റ്റർ ജോണിന് അവർ ജോയിൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തൊരു ഫ്ലാറ്റ് റെൻറ്റിന് കൊടുത്തു. ഓക്കെ, റാമും റഹീമും കൂടെ ആർക്കാ? ജോണിന് ഫ്ലാറ്റ് റെൻറ്റിന് കൊടുത്തു. ഓക്കെ, ഇറ്റ് വാസ് ഡിസൈഡഡ് ബിറ്റ്വീൻ ലാൻഡ് ലോഡ്സ് ആൻഡ് ദ ടെനന്റ് ദാറ്റ് ദ റെൻറ്റ് വുഡ് ബി 10,000 per month. 10,000 per month ഇൻക്ലൂസീവ് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ. ഓക്കെ, 10,000 രൂപയ്ക്കാണ്, ഒരു മാസം 10,000 രൂപയാണ്. അതിനകത്ത് ഇലക്ട്രിസിറ്റി ബില്ലും ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിസിറ്റി ബില്ല് കൂടെയുള്ള പൈസയാണ് നമ്മുടെ ജോണ് റാമിനും റഹീമിനും കൊടുക്കുന്നത്. എനിവേ, ഇറ്റ് മീൻസ് ഇലക്ട്രിസിറ്റി ബിൽ വിൽ ബി പെയ്ഡ് ബൈ ദ ലാൻഡ് ലോഡ്സ്. അതിൻ്റെ അർത്ഥം എന്താണ്? ബില്ലടയ്ക്കുന്ന ആരായിരിക്കും? ലാൻഡ് ലോഡ്സ് ആയിരിക്കും. സിമ്പിൾ. ദെൻ ദ ലാൻഡ് ലോഡ്സ് ബൈ മിസ്റ്റേക്ക് ഡിഡ് നോട്ട് പേ ദ ഇലക്ട്രിസിറ്റി ബിൽ ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2025. പ്ലോട്ട് ട്വിസ്റ്റ്, അവർ ബില്ലടച്ചില്ല. മാർച്ചിൽ ബില്ല് അവർ അടച്ചില്ല. ഓക്കെ, ഡ്യൂ ടു ദിസ് ദ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കട്ട് ദ കണക്ഷൻ. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു, കണക്ഷൻ കട്ടാക്കുന്നു ജോണിൻ്റെ. പൈസ അടച്ചിട്ടും കറണ്ടില്ല. എനിവേ, ഓക്കെ, മിസ്റ്റർ ജോൺ ഹാസ് ടു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് ₹2,800 and ₹200 ആസ് എ പെനാൽറ്റി ടു റെസ്യൂം ദ ഇലക്ട്രിസിറ്റി കണക്ഷൻ. പാവം, 10,000 രൂപയ്ക്കകത്ത് ഇലക്ട്രിസിറ്റി ബില്ലോടെ കൊടുത്തെങ്കിലും പുള്ളിക്കാരൻ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും പോയി 2,800 രൂപയും 200 രൂപ പെനാൽറ്റി കൂടെ ചേർത്ത് അടച്ചു. പാവം അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ റാമും റഹീമും ലയബിൾ ആവുകയാണ് ജോണിൻ്റെ അടുത്ത്. ഓക്കെ, മിസ്റ്റർ ജോൺ ക്ലെയിം 3,000 ഫ്രം മിസ്റ്റർ റാം, ബട്ട് മിസ്റ്റർ റാം റിപ്ലൈഡ് ദാറ്റ് ഹീ ഈസ് ലയബിൾ ഓൺലി ഫോർ ₹1,500. അപ്പം ഇവിടെ മിസ്റ്റർ ജോൺ റാമിൻ്റെ അടുത്ത് പോയി പറയാണ്, നിങ്ങൾ എനിക്ക് 3,000 രൂപ തരണം എന്ന് ആരുടെ പറയാണ്? റാമിനോട് പോയി പറയാണ്. അപ്പം നമ്മുടെ റാം തിരിച്ചെന്താ പറയുന്നത്? ഇല്ല, ഞാൻ നിങ്ങൾക്ക് 1,500 രൂപ തരും, എനിക്ക് 1,500 രൂപ തരേണ്ട കാര്യമേ ഉള്ളൂ എന്നാണ് നമ്മുടെ റാം തിരിച്ച് ജോണിൻ്റെ അടുത്ത് പറയുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ക്വസ്റ്റ്യൻ. സോ നമുക്ക് അടുത്ത സെൻറ്റൻസ് കുറച്ചുകൂടെ വായിച്ച് കഴിയുമ്പം ആൻസറിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, മിസ്റ്റർ ജോൺ സെഡ് ദാറ്റ് മിസ്റ്റർ റാം ആൻഡ് മിസ്റ്റർ റഹീം ആർ പാർട്ട്നേഴ്സ്, therefore he can claim the full amount from any of the partners. വീണ്ടും പ്ലോട്ട് ട്വിസ്റ്റ്. അതായത് നമ്മുടെ മിസ്റ്റർ ജോൺ പറയുന്നത്, നിങ്ങൾ പാർട്ട്നേഴ്സ് അല്ലേ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ ആരുടെയും ഒരാളുടെ കയ്യിൽ നിന്ന് ഫുൾ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പാർട്ട്നേഴ്സ് ആണെന്ന് ആദ്യം പറഞ്ഞു, ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ ജോൺ ഇവിടെ പറയുന്നത് ഒരു പാർട്ട്നേഴ്സ് ആണെന്ന്. അപ്പം നമ്മൾ നോക്കണം, ഇവർ പാർട്ട്നേഴ്സ് ആണോ? പാർട്ട്നേഴ്സ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടോ?
അങ്ങനെയാണ് നോക്കേണ്ടത്. അത് അടുത്ത സെൻറ്റൻസിൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ ഇതിലാണ് പറയുന്നത്. ഞാൻ എന്തിനാണ് തോക്കിക്കറി ഒന്ന് വായിക്കാം. കമൻ ഇൻ ദ ലൈറ്റ് ഓഫ് ദ റിലവൻറ്റ് ലീഗൽ പ്രൊവിഷൻ ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932, ദ ലീഗൽ പൊസിഷൻ ആൻഡ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ലയബിലിറ്റി ഓഫ് മിസ്റ്റർ റാം ടു പേ ദ ഹോൾ എമൗണ്ട് ഓഫ് ₹3,000 ടു മിസ്റ്റർ ജോൺ. അതായത് റാം 3000 രൂപ കൊടുക്കാൻ ലയബിൾ ആണോ, അയാളുടെ ലീഗൽ പൊസിഷൻ എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രൊവിഷൻസ് അനുസരിച്ച് ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുൾ രീതിയിൽ ഓരോ സെൻറ്റൻസും വിടാതെ കറക്റ്റായിട്ട് വായിക്കുക. അതിൽ ഓരോ സെൻറ്റൻസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ജസ്റ്റ് ഒരു വേർഡ് കൊണ്ടായിരിക്കും അത് മാറുന്നത്. ഒരു ജസ്റ്റ് വേർഡ് വെച്ചിട്ട് പ്രൊവിഷൻ മാറാം വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് വരച്ച് നോക്കണമെങ്കിൽ വരച്ച് നോക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളത് കറക്റ്റ് രീതിയിൽ ഡീകോഡ് ചെയ്തെടുക്കുക. ആൻസർ ഷീറ്റിൽ വരയ്ക്കണമെന്നല്ല കേട്ടോ. ഓക്കെ, എനിവേ നിങ്ങൾക്കത് എങ്ങനെ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, നിങ്ങൾക്കറിയാവുന്ന പ്രൊവിഷനിലോട്ട് അത് എത്തുന്നുണ്ടോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ, പ്രൊവിഷൻസ് അനുസരിച്ചാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കാൻ നോക്കുക. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്യാൻ നോക്കുക. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണോ, ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, ഇത് തന്നെ ചിന്തിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞ് ആൻസറിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ കേസ് സ്റ്റഡീസൊക്കെ സോൾവ് ചെയ്യാൻ കുറച്ച് പാട്. അപ്പം കുറച്ച് സ്റ്റെപ്സും സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലെ മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വളരെ 3 കാര്യം മാത്രം നമുക്ക് ചെയ്താൽ മതി. 3 സ്റ്റെപ്സേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ പ്രൊവിഷൻ എഴുതുക. അതായത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനകത്ത് കണക്ട് ചെയ്ത് വരുന്ന ഏത് പ്രൊവിഷൻ ആണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് അനാലിസിസ് എഴുതുക. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ക്വസ്റ്റ്യൻ വിൽ ബി അവർ അനാലിസിസ്. ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് എന്താണ്, ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതാണ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, എന്നാണ് എനിക്ക് മനസ്സിലായത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നടക്കുന്നത്, അതെടുത്ത് എഴുതുക. നിങ്ങൾക്ക് പോയിൻ്റായിട്ട് എഴുതണമെങ്കിൽ പോയിൻ്റായിട്ട് എഴുതാം, സെൻറ്റൻസ് ആയിട്ട് എഴുതണമെങ്കിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. എല്ലാം എഴുതേണ്ട എങ്ങനത്തെ രീതിയിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് കൺക്ലൂഷനിലേക്ക് എത്തുക. അതായത് ഇതിന് നമ്മളൊരു ക്ലൈമാക്സ് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ പറ്റുമോ, ഇങ്ങനെ ചെയ്താൽ പറ്റുമോ, അതായത് പ്രൊവിഷനും അനാലിസിസും കൂടെ നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുന്നതാണ് നമുക്ക് കൺക്ലൂഷനിൽ എഴുതേണ്ടത്. ആൻഡ് ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. ഓൾസോ പ്രൊവിഷൻ എഴുതുമ്പോഴും നിങ്ങൾക്ക് മാർക്ക് വരും. അനാലിസിസ് എഴുതുമ്പോൾ മാർക്ക് വീഴത്തില്ലെന്നല്ല എൻ്റെ അർത്ഥം, വീഴും. എനിവേ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. മേ ബി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 സബ് പാർട്ട് 1 ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അപ്പം അങ്ങനെ എഴുതി പറഞ്ഞു ക്വസ്റ്റ്യൻ. ഓക്കെ, എഴുതാം. ഇത് മാർജിൻ്റെ അപ്പുറത്ത് എഴുതണേ. എഴുതുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കണം. നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഹെഡിങ് ഉണ്ട്, ഈ ഇന്ന കേസാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ പ്രൊവിഷൻ, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് എഴുതി തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് പ്രൊവിഷൻ എഴുതാൻ തുടങ്ങുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു കാര്യം. സെക്ഷൻ അറിയാമെങ്കിൽ സെക്ഷൻ എഴുതുക. നിങ്ങൾക്ക് സെക്ഷൻ അറിയത്തില്ലെങ്കിൽ വേറെ സെക്ഷൻ ഒന്നും എഴുതി വെക്കരുത്. നമ്പരും എഴുതരുത്, ഒന്നും എഴുതരുത്, സെക്ഷൻ എഴുതരുത്. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 4, ഇത് സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 എന്ന് പറഞ്ഞ് എഴുതുക. അല്ലെങ്കിൽ ഏത് ആക്ടാണെന്ന് വെച്ചാൽ അത് വെച്ച് എഴുതുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഏത് സെക്ഷനാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് എഴുതുക. ഇല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അവർ ആ സെക്ഷനിലുള്ളതാണോ ക്വസ്റ്റ്യൻ എന്ന് നോക്കിയിട്ട് ആ സെക്ഷൻ അല്ലെങ്കിൽ അപ്പോഴേ വെട്ടിക്കളയും. സോ അങ്ങനെ നിങ്ങളൊരു റിസ്ക് എടുക്കാൻ നിൽക്കരുത്. അറിയത്തില്ല എങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് സെക്ഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. അത് കഴിഞ്ഞ് സെക്ഷൻ തുറന്നിടാം. അക്കോർഡിംഗ്, നിങ്ങൾക്ക് സെക്ഷൻ അറിയില്ല കേട്ടോ എന്ന് വിചാരിക്കും. അക്കോർഡിംഗ് ടു ദ റെലവൻറ്റ് പ്രൊവിഷൻ ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് എന്ന് എഴുതുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതുന്നത് പെട്ടെന്ന് എഴുതുക. സോ ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് സെക്ഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇല്ല, നിങ്ങൾക്ക് സെക്ഷൻ അറിയാം, ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെക്ഷൻ എഴുതും. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് നോക്കാം. പ്രൊവിഷനിൽ എന്താണ് കണക്റ്റ് ആവണമെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് മിസ്റ്റർ റാം ആൻഡ് റഹീം ജോയിൻ്റ്ലി ഒരു ഫ്ലാറ്റ് ഓൺ ചെയ്യുന്നു. അത് റെൻറ്റിന് ജോണിന് കൊടുക്കുന്നു. ബിസിനസ്സാണോ? അല്ലല്ലോ. നമുക്കറിയാം പാർട്ണർഷിപ്പ് എന്താണെന്നാണ് നമ്മുടെ പാർട്ണർഷിപ്പ് ആക്ടിൽ പറഞ്ഞേക്കുന്നത്. പാർട്ണർഷിപ്പ് ഈസ് ദ
relation between person who are agreed to share the profit of a business carried on by all or any one of them acting for all. അല്ലേ, ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്തോളാമെന്ന് ഒന്നോ അതിൽ കൂടുതലോ വ്യക്തികളോ എഗ്രി ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റോടുകൂടി എഗ്രി ചെയ്യുന്നതിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലേ, ഇവിടെ അങ്ങനെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പറയുന്നുണ്ടോ? അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടോ? ബിസിനസ് നടത്തുന്നതെന്ന് പറയുന്നു. ജസ്റ്റ് ഒരു ഫ്ലാറ്റ് രണ്ടുപേരും കൊണ്ട് ജോയിൻറ്റ് ഓണേഴ്സായിട്ട് റെൻറ്റിന് കൊടുത്തു ജോണിന്. അവിടെ ബിസിനസ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്കറിയാം ഇല്ല, നമ്മുടെ ജോണാണ് പറയുന്നത് ഒരു പാർട്ട്നേഴ്സാണെന്ന്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ എന്തൊക്കെ വേണമെന്നല്ലേ നമ്മുടെ പ്രൊവിഷൻ എഴുതേണ്ടത്? അതെ. അപ്പോൾ നമ്മൾ എഴുതുക, അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 4 ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932, പാർട്ട്ണർഷിപ്പ് ഈസ് ദ relation between persons who are agreed to share the profit of a business carried on by all or any one of them acting for all. അല്ലേ, ഇതെഴുതാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഒരു പാർട്ട്നേഴ്സ് ആണെന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന കാര്യം എന്താണ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ളതാണ്. രണ്ട് പേര് തമ്മിൽ എഗ്രിമെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ജോൺ ഇങ്ങനെ ഒരു പാർട്ട്നേഴ്സാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പം നമ്മൾ ആ പ്രൊവിഷൻ കണക്റ്റ് ആയില്ലേ? ഇതുപോലെ ഓരോ ക്വസ്റ്റ്യനിലെയും പ്രൊവിഷൻസ് കണക്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ആ പ്രൊവിഷൻ നിങ്ങൾക്ക് അറിയാവുന്നത് ഏത് സെക്ഷനാണെന്ന് വെച്ച് എഴുതുക, അല്ലെങ്കിൽ എഴുതരുത്, സെക്ഷൻ എഴുതരുത്, അല്ലെങ്കിൽ അങ്ങനെ എഴുതി പോയിട്ട് കറക്റ്റ് സെക്ഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് പ്രൊവിഷൻസ് എല്ലാം എടുത്ത് എഴുതുക. ആൻഡ് റിമെമ്പർ വൺ തിങ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എഴുതാനുണ്ട്. അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഗോ ഫോർ പോയിൻറ്റ്സ്. പോയിൻറ്റ് വൈസ് എഴുതുക, വാരി വലിച്ച് സെൻറ്റൻസ് ആക്കി എഴുതരുത്. അതവർക്ക് ചെക്ക് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടെന്നല്ല, അത് ഒരു പ്രസൻറ്റേഷൻ നല്ല രീതി ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പോയിൻറ്റ് വൈസ് എഴുതി പഠിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോയിൻറ്റ് വൈസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എക്സാമിന് സ്ട്രെസ് ഒന്നും ആവാണ്ട് പോയിൻറ്റ് വൈസ് എഴുതാനുള്ള ഇത് വരും. സോ നോക്കിക്കോ, ഇപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്ന പോലെ പാർട്ണർഷിപ്പ് ഇതാണ്. അപ്പം ഫോർ ഡിറ്റർമൈനിങ് പാർട്ണർഷിപ്പ് എന്താ? ഫോർ ഡിറ്റർമൈനിങ് പാർട്ണർഷിപ്പ് എഴുതാം. പോയിൻറ്റ് വൈസ് നമുക്ക് എഴുതി പഠിക്കാം. ദർ ഷുഡ് ബി an agreement. അല്ലേ, അവിടെ ഒരു എഗ്രിമെൻറ്റ് വേണം ബിറ്റ്വീൻ പാർട്ടീസ്. പാർട്ടീസ് എന്ന് പറയുമ്പോൾ ആരാണ് ബിസിനസ് നടത്തുന്നവർ, അവർ തമ്മിലൊരു എഗ്രിമെൻറ്റ് വേണം. ആരൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവരെ എഗ്രിമെൻറ്റ് വേണം. ആൻഡ് ദി എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ടു ക്യാരി ഓൺ ബിസിനസ്. ഒരു ബിസിനസ് ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം എഗ്രിമെൻറ്റ്. ആൻഡ് ദ എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ടു ഷെയർ പ്രോഫിറ്റ്, സോറി ഫോർ മൈ ഹാൻഡ് റൈറ്റിംഗ്, ഓക്കെ, ഓഫ് ദാറ്റ് ബിസിനസ്. അല്ലേ, ഇതല്ലേ മെയിൻ പോയിന്റ്സ്, ഇതല്ലേ നമ്മുടെ പ്രൊവിഷൻ, ഇതല്ലേ ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെ തന്നെ അല്ലേ. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ ഇവിടെ ഒരു എഗ്രിമെൻറ്റ് വേണം. അത് പറഞ്ഞിട്ടില്ല നമ്മുടെ ക്വസ്റ്റ്യനിൽ, എഗ്രിമെൻ്റ് ഇല്ല, ബിസിനസ് ആണെന്ന് പറയുന്നില്ല, ആൻഡ് ഓൾസോ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊവിഷൻ. ഇനി അടുത്ത സ്റ്റെപ്പാണ് അനാലിസിസ്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ദാറ്റ് ക്വസ്റ്റ്യൻ, അതായിരിക്കും നമ്മുടെ അനാലിസിസ്. എന്താണ് ക്വസ്റ്റ്യനിൽ നടക്കുന്നത് അത് നമുക്ക് എടുത്തെഴുതാം അനാലിസിസ് ആയിട്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്കത് പോയിൻറ്റ് വൈസ് എഴുതണമെങ്കിൽ നിങ്ങൾക്കത് പോയിൻറ്റ് വൈസ് എഴുതാം, നിങ്ങൾക്കത് സെൻറ്റൻസ് വൈസ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റൻസ് വൈസ് എഴുതാം. അപ്പം നമ്മൾ ആദ്യം എന്ത് എഴുതുക? അനാലിസിസ് എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, ഒരു വരെ മതി കേട്ടോ. അനാലിസിസ് എന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഇനി അനാലിസിസ് എഴുതി തുടങ്ങുമ്പം നമുക്ക് രണ്ട് രീതി ചെയ്യാം. നിങ്ങൾക്ക് പോയിൻറ്റ് വൈസ് ആയിട്ട് ഡയറക്റ്റ്ലി എഴുതി പോവാം, അല്ല നിങ്ങൾക്ക് സെൻറ്റൻസ് വൈസ് എഴുതിയാൽ മതി. കുറേ ഒന്നും ആ ക്വസ്റ്റ്യൻ നടക്കുന്നില്ല, മേ ബി ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, കുറേ ഒന്നും നടക്കുന്നില്ല, ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞ് തീർക്കാനുള്ള കാര്യമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓൺ ദ ഗിവൺ കേസ് എന്ന് പറഞ്ഞ് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ് വൈസ് എഴുതണമെങ്കിൽ ഓൺ ദ ഗിവൺ കേസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കോളമൊക്കെ ഇട്ട് എന്നിട്ട് നിങ്ങൾ എഴുതി തുടങ്ങുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എഴുതണം. അതായത് റെലവൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത്. ക്വസ്റ്റ്യൻ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണം എന്നല്ല, റെലവൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് എഴുതെഴുതാം. എന്താണ് ഇവിടെ നടക്കുന്നത്? റാം ആൻഡ് റഹീം ആർ ജോയിൻറ്റ് ഓണേഴ്സ് ഓഫ് എ ഫ്ലാറ്റ് വിച്ച് ഈസ് rented to Mr. John for rupees 10,000 inclusive
ഓഫ് വാട്ട് ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബില്ലാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ ഓക്കെ ഇൻക്ലൂസീവ് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ എന്ന് പറയുമ്പോഴേ നമുക്ക് വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഓക്കെ കണ്ടൽ അടയ്ക്കുന്നവരാണ് റാം റഹീം ഓൺ. യാ അപ്പോൾ അടുത്ത സെൻറ്റൻസ് എഴുതിക്കോ. റാം ആൻഡ് റഹീം ഫെയിൽഡ്. അവിടെ നിങ്ങൾ ഷോർട്ട് ആക്കി എഴുതാമെങ്കിൽ ഷോർട്ട് ആക്കി എഴുതാം, വലുതായിട്ട് എഴുതണമെങ്കിൽ വലുതാക്കി എഴുതാം. ബട്ട് അതിൽ കീ പോയിന്റ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ദയർ. അത് എന്താണ് നടക്കുന്നതെന്നുള്ള കീ പോയിന്റ്സ് ആൻഡ് വേർഡ്സ് ഷുഡ് ബി ദയർ. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ലാസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം, മാർക്ക് സ്കോർ ചെയ്യാൻ ട്രിക്ക് പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞത് കീ വേർഡ്സ് വേണം. ഓക്കെ റാം ആൻഡ് റഹീം ഇപ്പോൾ എന്താ സംഭവിച്ചാൽ ഫെയിൽ ടു പേ ദി ഇലക്ട്രിസിറ്റി ബിൽ. ഞാൻ ഇപ്പോഴത്തേക്ക് വേണ്ട ഈ ബിൽ എഴുതാൻ തുടങ്ങിയതാണ്, പക്ഷേ വേണ്ട നിങ്ങളങ്ങനെ കുട്ടി വെച്ചൊന്നും ചെയ്യരുത്. ഇലക്ട്രിസിറ്റി ബിൽ വിച്ച് വാസ് ദെൻ പെയ്ഡ് ബൈ ആരാ? മിസ്റ്റർ ജോൺ അല്ലേ? അതാരെ പിന്നെ അടച്ചത്? ജോൺ കൊണ്ട് അടച്ചു. ആൻഡ് പിന്നെ എന്താ സംഭവിച്ചത്? മിസ്റ്റർ ജോൺ ഇൻസിസ്റ്റ് മിസ്റ്റർ റാം ഷുഡ് പേ ₹3,000. ഇവിടെ നിങ്ങൾ ₹3,000 എഴുതിക്കോ. ₹3,000 ബിക്കോസ് റാം ആൻഡ് റഹീം ആർ പാർട്ട്നേഴ്സ്. ഈ ജോൺ ആണ് പറയുന്നത് ഒരു പാർട്ട്നേഴ്സ് ആണ്. എല്ലാ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ മിസ്റ്റർ ജോൺ ഇൻസിസ്റ്റ് മിസ്റ്റർ റാം ഷുഡ് പേ ഹിം ദ ഹോൾ എമൗണ്ട്. എഴുതണം കേട്ടോ. Okay, the whole amount, ₹3,000, because Ram and Rahim are partners. And Ram replies, he is only liable to pay ₹1,500. This is what going on in the question. Okay, question എന്താണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എവിടെ എഴുതുന്നത്? അനാലിസിസിൽ എഴുതുന്നത്. നിങ്ങൾക്ക് എന്താണ് അനലൈസ് ചെയ്തിട്ട് കിട്ടിയത് എന്നാണ് നമ്മൾ എവിടെ എഴുതുന്നത്? നമ്മുടെ അനാലിസിസ് എഴുതുന്നത്. അത്രയും മാത്രം എഴുതിയാൽ മതി, നത്തിങ് എൽസ്, വേറൊന്നും എഴുതണ്ട, കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി നമ്മൾ നമ്മുടെ ക്ലൈമാക്സിലോട്ട് എത്തും. നമ്മുടെ പ്രൊവിഷനും നമ്മുടെ അനാലിസിസും കൂടെ കണക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ മാറ്റം വരുത്തേണ്ടത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രൊവിഷൻ വായിച്ചിട്ട് അനാലിസിസിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക. ദാറ്റ് ഈസ് ദ ട്രിക്ക്. മനസ്സിലായില്ലേ? കണക്ട് ചെയ്യുക, പ്രൊവിഷനും അനാലിസിസൂടെ കണക്ട് ചെയ്തിട്ട് കൺക്ലൂഷനിൽ എന്താണ് നമുക്ക് എത്തിച്ചേരേണ്ടതെന്ന് എഴുതുക, ആ ക്ലൈമാക്സിലേക്ക് എത്തിക്കുക. നമുക്കിവിടെ ഒറ്റ ക്ലൈമാക്സേ ഉള്ളൂ. പറയാം എന്താണ് ക്ലൈമാക്സ് എന്ന് വെച്ചാൽ, നമ്മുടെ റാമും റഹീമും പാർട്ട്നേഴ്സ് അല്ല, ദേ ആർ ജസ്റ്റ് ജോയിൻറ്റ് ഓണേഴ്സ് അല്ലേ? അവിടെ ഒരു എഗ്രിമെൻ്റ് ഇല്ല, അവർക്കൊരു പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ഇല്ല. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ എ ബിസിനസ് അല്ലേ? അവിടെ ഒരു ബിസിനസ്സേ ഇല്ല. അതായത് ഒരു ഫ്ലാറ്റ് ജോയിൻറ്റ് ഓണേഴ്സായിട്ട് എന്താ റെൻറ്റിന് കൊടുക്കുന്നത് ബിസിനസ്സാണോ? അല്ല, ബിസിനസ് അല്ല. സോ നമ്മൾ ആ കാര്യം എഴുതുക. അതിലേക്ക് എത്തും. എങ്ങനെ എഴുതി തുടങ്ങണമെന്ന് പറഞ്ഞുതരാം. കൺക്ലൂഷൻ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് എഴുതുക ഓൺ ദ ബേസിസ് ഓഫ് ദി എബോവ് പ്രൊവിഷൻ. അങ്ങനെ തന്നെ എഴുതുക, ഓൺ ദ ബേസ് ഓഫ് ദി എബോവ് പ്രൊവിഷൻ. ഓക്കെ, of the Indian Partnership Act, provision of Indian Partnership Act 1932, Ram and Rahim can't be said to be partners because they are just, in the TA carefully, sorry guys, joint owners. Like Ram and Rahim can't be said to be partners because they are joint owners of a flat, of a rented flat, which is not a business. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ പോയിന്റ് ആണ് അതൊരു ബിസിനസ് അല്ല എന്നുള്ളത്. ദാറ്റ് ഷുഡ് ബി ഇൻ ദ കൺക്ലൂഷൻ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ള തെറ്റാണെന്ന് മനസ്സിലായിട്ടുള്ള കാര്യം നിങ്ങൾ എടുത്ത് എഴുതുക. മേ ബി ഇത് തെറ്റായിട്ടുള്ള കാര്യം വരേണ്ട ക്വസ്റ്റ്യൻ തന്നെ വേണമെന്നൊന്നും ഇല്ല. കറക്റ്റായിട്ടുള്ള കാര്യം കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതിയാൽ മതി, സിമ്പിളായിരിക്കും. ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതായത് അവർ പറഞ്ഞിട്ടില്ല പാർട്ണറാണ് ജോൺ പറയുന്നത്, പക്ഷേ പാർട്ണറാണോ? അല്ല, നമുക്കറിയാം അവിടെ ഒരു ബിസിനസ് ഇല്ല. അപ്പോൾ ആ ബിസിനസ് ഇല്ലാത്ത കാര്യം നിങ്ങൾ എഴുതുക. അവിടെ ഒരു ബിസിനസ് ഇല്ല, ജസ്റ്റ് ഒരു ഫ്ലാറ്റിൻ്റെ കോ ഓണേഴ്സാണ്, അത് ബിസിനസ് അല്ല എന്ന് കറക്റ്റായിട്ട് എടുത്ത് എഴുതുക. കഴിഞ്ഞു. Because they are joint owners of a rented flat which is not a business. കഴിഞ്ഞു. ഇത് എഴുതാം. They can't be recognized as partners. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അങ്ങനെ എഴുതാം. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ, they can't be said to be partners. ഓക്കെ, therefore Ram is only liable. അതല്ലേ ഇവിടെ ക്വസ്റ്റ്യൻ. റാം ലയബിൾ ആണോ? അയാളുടെ ലീഗൽ പൊസിഷൻ എന്താണ് എന്നല്ല ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ കറക്റ്റ് എടുത്ത് എഴുതാം. ക്വസ്റ്റ്യനിൽ അവർക്ക് എന്താണ് വേണ്ടത് അത് കൊടുക്കുക. റാം ഈസ് ഓൺലി ലയബിൾ ടു പേ ₹1,500 to John only കൊടുക്കണ്ടേ? And the balance is liable Mr. Rahim അല്ലേ?
ഇപ്പോൾ ഒരു കോ ഓണേഴ്സ് അല്ലെ ജോയിൻറ്റ് ഓണേഴ്സ് ആണെങ്കിൽ അവിടെ അവർക്ക് അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അതെങ്ങനെയാണ് എന്തെങ്കിലും ലയബിലിറ്റീസ് വന്നാൽ ഷെയർ ചെയ്യേണ്ടതെന്നൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റാം പറയുന്നത് ഞാൻ 1500, അപ്പം ഒരു ഹാഫ്ലി ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പം റഹീം ബാക്കി പൈസ കൊടുക്കണം എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. നമ്മളൊരു ക്ലൈമാക്സിൽ എത്തിയില്ലേ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളത് ക്രാക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, അത് ഡീകോഡ് ചെയ്യുക, ഏത് പ്രൊവിഷനിൽ വരുന്നതാണെന്ന് നോക്കുക, എന്താണ് ക്വസ്റ്റ്യനിൽ നടക്കുന്നതെന്ന് എഴുതുക, എന്നിട്ട് നമ്മളൊരു കൺക്ലൂഷൻ എഴുതുക. വളരെ സിമ്പിളാണ്. ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഇൻ്ററിലേക്കൊക്കെ പോകുമ്പോൾ വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നിങ്ങൾ ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. സോ അവസാനം നമ്മൾ ജോൺ പോട്ടനാണെന്ന് തെളിയിച്ചു ഗൈസ്. ഓക്കെ, ഇനിയിപ്പം ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു വെച്ചോ. ക്വസ്റ്റ്യൻ 2ൻ്റെ സബ് ക്വസ്റ്റ്യൻ അല്ലേ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോ. നിങ്ങൾക്ക് പ്രൊവിഷൻ എഴുതുന്നതിന് 2 മാർക്ക് കിട്ടും. അനാലിസിസ് ക്വസ്റ്റ്യനുള്ള കാര്യം എടുത്തെഴുതുമല്ലേ, നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ആൻഡ് കൺക്ലൂഷൻ എഴുതുന്ന നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. പറഞ്ഞു തന്ന ഇത്രയേ ഉള്ളൂ. പ്രൊവിഷൻ എഴുതുന്നതും കൺക്ലൂഷൻ എഴുതുന്നതും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിന് നല്ലപോലെ മാർക്ക് കയറും. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബെറ്റർ വേ ഓഫ് പ്രസൻറ്റേഷൻ ഉണ്ടെന്ന്. അതായത് നിങ്ങൾ എപ്പോഴും പ്രൊവിഷനും കൺക്ലൂഷനൊക്കെ എഴുതുമ്പോൾ, അനാലിസിസ് എഴുതുമ്പോഴും ജസ്റ്റ് കീ വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഇതിലെന്താണ്, ഫോർ എഗ്രീ ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്, അതല്ലേ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നത്. അത് നിങ്ങൾ പ്രൊവിഷനിൽ എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ് മസ്റ്റ് ബി ടു ക്യാരി ഓൺ എ ബിസിനസ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ഇമ്പോർട്ടൻ്റ് അല്ലേ. അനാലിസിസിൽ വരുമ്പോൾ അതേപോലെ ഉണ്ട്. എന്താണ്, റാം ആൻഡ് റഹീം ഫെയിൽ ടു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ അല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്, ഇൻസിസ്റ്റ് റാം ഷുഡ് പേ ഹിം ദ ഹോൾ എമൗണ്ട്. ഇതല്ലേ മെയിനായിട്ട് അവിടെ സംഭവിച്ചത്. പാർട്ട്നേഴ്സ് ആണെന്ന് പറഞ്ഞവരല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ എന്താണോ നടക്കുന്നത് അതങ്ങ് അണ്ടർലൈൻ ചെയ്യുക. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺക്ലൂഷനിൽ എത്തുമ്പം മെയിനായിട്ട് എന്താണ് ചേഞ്ച് വരുത്തേണ്ടതെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. റാം ഈസ് ഓൺലി ലയബിൾ ടു പേ ₹1500. മേ ബി ആൻസർ ചെക്ക് ചെയ്യുന്നവർക്ക് ഓക്കെ സെക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അവരുടെ കീ പോയിൻറ്റ്സിൽ. ആ സെക്ഷൻ കറക്റ്റാണോ ടിക്കിടും. വീണു 2 മാർക്ക് വീണു. കൺക്ലൂഷനിലോട്ട് വരും. കൺക്ലൂഷന് നമ്മൾ എഴുതിക്കുന്ന പോയിൻറ്റ്സ് കറക്റ്റാണോ ടിക്കിടും, മാർക്ക് വീഴും. സോ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. അണ്ടർലൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വീഴും. ദ ബാലൻസ് ഈസ് ലയബിൾ ടു ബി പെയ്ഡ് ബൈ മിസ്റ്റർ റഹീമും കൂടെ അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ. മേ ബി ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്ന സാറുമാർ കാണും. എനിവേ അതുകൊണ്ട് നിങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതണം. 2 കീവേഡ്സ് മാത്രം എഴുതി വെക്കരുത്, കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ, അങ്ങനെ ഒടുവിൽ നമ്മൾ ഒരു കുഞ്ഞ് ക്വസ്റ്റ്യനാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയ സെക്ഷനാണ്. ചെറിയ സെക്ഷനിൽ കണക്റ്റായിട്ട് നിങ്ങൾക്ക് ചെറിയ സെക്ഷൻ ആണെങ്കിൽ പോലും അത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. ഇത് നമ്മുടെ RTPയിൽ വന്ന ക്വസ്റ്റ്യനാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കേസ് സ്റ്റഡീസ് ആണോ ജസ്റ്റ് മൈൻഡിൽ പോവുക. പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. കേസ് സ്റ്റഡി ആണെങ്കിൽ പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ ഞാൻ എഴുതും. അങ്ങനെ മൈൻഡിൽ പോവുക. സിമ്പിളാണ്. ഇതിൽ വലിയ ക്വസ്റ്റ്യൻസ് ഇനി ക്രാക്ക് ചെയ്ത് എങ്ങനെ ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊക്കെയുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ബാക്കി മെൻറ്റേഴ്സൊക്കെ വരും ദിവസങ്ങളിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. എല്ലാം കാണുക. വലിയ വലിയ ക്വസ്റ്റ്യൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ചെറിയ ക്വസ്റ്റ്യൻ ആയാൽ പോലും എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ഡീകോഡ് ചെയ്തെടുക്കേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ ട്രിക്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾക്ക് പോയിൻറ്റ് വൈസ് എഴുതണമെങ്കിൽ നിങ്ങൾ പോയിൻറ്റ് വൈസ് എഴുതുക. പോയിൻറ്റ് വൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സെൻറ്റൻസ് വൈസ് എഴുതണമെങ്കിൽ സെൻറ്റൻസ് വൈസ് എഴുതുക. ഞാൻ പറഞ്ഞില്ലേ, അനാലിസിസ് തുടങ്ങുമ്പോൾ ഓൺ ദ ഗിവൺ കേസ് ആ ക്വസ്റ്റ്യനിൽ എന്താണ് നടക്കുന്നതെന്ന് എഴുതുക. കൺക്ലൂഷൻ വരുമ്പോൾ പ്രൊവിഷൻ അനുസരിച്ച് എന്തൊക്കെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത് ഓൺ ദ ബേസ് ഓഫ് ദ എബവ് പ്രൊവിഷൻ എഴുതുക. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് എക്സാംസ് എല്ലാം നല്ലപോലെ എഴുതുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ബൈ.